മനുഷ്യൻ തൻ്റെ പ്രയത്നങ്ങൾ കൊണ്ട് ലോകത്തെ കൂടുതൽ കൂടുതൽ നന്നാക്കുവാൻ ശ്രമിക്കുന്നു. ഒരു നല്ല ലോകത്തെ അവൻ വിഭാവന ചെയ്യുന്നു. തൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് ലോകത്തിലെ തിന്മയെ ഇല്ലാതെയാക്കി ഉന്നതമായ അവസ്ഥയിലേക്ക് കൊണ്ടുവരാമെന്ന് മനുഷ്യൻ ചിന്തിക്കുന്നു. എന്നാൽ ദൈവത്തെ കൂടാതെയുള്ള മനുഷ്യൻ്റെ പണിയൊക്കെയും ഭയാനകമായ ന്യായവിധിക്ക് ഇരയാകും എന്ന കാര്യം ഓർക്കണം. ജീവസന്ദേശം പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെളിച്ചം വരുമ്പോൾ ഇരുൾ നീങ്ങിപ്പോകുന്നത് പോലെ ദൈവരാജ്യം അതിൻ്റെ ശക്തിയോടുകൂടെ വെളിപ്പെടുമ്പോൾ സ്വാഭാവികമായി അധർമ്മത്തിൻ്റെ മർമ്മം നീങ്ങിപ്പോകും. നീതിയും സമാധാനവുമായിരിക്കും അതിൻ്റെ ഫലം. ദൈവത്തിന് കീഴ്പ്പെടുവാൻ കഴിയാത്ത ജഡത്തിനും ജഡത്തിൻ്റെ പ്രവൃത്തികൾക്കുമുള്ള ന്യായവിധിയാകുന്നു യെശയ്യാ പ്രവചനം 34 അധ്യായമെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ ശക്തി വെളിപ്പെടുമ്പോൾ ഉണ്ടാകുന്ന സമൂലമായ മാറ്റമാണ് 35 അധ്യായം. നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. നാം റോഡിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ ധാരാളം മുന്നറിയിപ്പുകൾ കാണാറില്ലേ? മുന്നിൽ വളവുണ്ട്, സൂക്ഷിക്കുക, അപകട സാധ്യതയുള്ള മേഖലയാകുന്നു, റെയിൽവേ ക്രോസ് ഉണ്ട്, സൂക്ഷിക്കുക, അപകട സാധ്യത കൂടുതലുണ്ട്. ഇങ്ങനെ ഒത്തിരി മുന്നറിയിപ്പുകൾ നാം കാണാറുണ്ട്. ഇതൊക്കെയും എന്തിനാണ് എഴുതി വച്ചിരിക്കുന്നത്? ആരാണിത് നോക്കുന്നത്? എനിക്ക് ഡ്രൈവിംഗ് അറിയാം, ഞാൻ കാശ് കൊടുത്ത് വാങ്ങിയ വണ്ടി എനിക്കിഷ്ടമുള്ളതുപോലെ ഞാൻ ഓടിക്കുമെന്ന് താങ്കൾ തീരുമാനിച്ചാൽ പിന്നത്തെ കാര്യം ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം, ആ യാത്ര ശുഭമായിരിക്കുകയില്ല. യഹൂദ ജനത്തിന് ദൈവം അനേകം മുന്നറിയിപ്പുകളെ നൽകിയിരിക്കുന്നു. എന്നാൽ അവർ അതിനെ കൂട്ടാക്കിയില്ല. അതിൻ്റെ ഫലമായി സ്നേഹവാനായ ദൈവത്തിന് അവരെ ശിക്ഷിക്കേണ്ടതായി വന്നു. എങ്കിലും ദൈവത്തിൻ്റെ സ്നേഹത്തിൽ തന്നെയാണ് താൻ ശിക്ഷിക്കുന്നത് എന്ന് നാം പഠിച്ച പാഠങ്ങളിൽ നിന്ന് കാണുകയുണ്ടായി. യെശയ്യാ പ്രവചനത്തിൻ്റെ ആദ്യ ഭാഗമായ 1 മുതൽ 35 വരെയുള്ള അധ്യായങ്ങളിൽ ന്യായവിധിയെക്കുറിച്ചാണ് നാം കാണുന്നത് എന്ന് കണ്ടു. 24 മുതൽ 33 വരെയുള്ള അധ്യായങ്ങളിൽ ഭൂമിയിൽ സ്ഥാപിക്കപ്പെടുന്ന ദൈവരാജ്യത്തിൻ്റെ വിവരണങ്ങളാണ് നാം കണ്ടത്. ഇന്ന് 34 അധ്യായത്തിലേക്ക് വരുമ്പോൾ 34 അധ്യായത്തിലും ഇതിൻ്റെ തുടർച്ച നാം കാണുന്നു. ഈ ഭാഗത്ത് 6 ശാപങ്ങളെക്കുറിച്ച് നാം ശ്രദ്ധിക്കുന്നതാണ്. അതെ, ദൈവത്തിൻ്റെ ന്യായവിധി. അതേ തുടർന്ന് പ്രവചനത്തിൻ്റെ കാര്യത്തിൽ ഒരു പുരോഗതിയും നാം കാണുകയുണ്ടായി. പ്രാദേശികമായ ഒരു സാഹചര്യത്തെ ചൂണ്ടിക്കാണിക്കുമ്പോൾ തന്നെ നൂറ്റാണ്ടുകളിലൂടെ മുമ്പോട്ട് പോയി ഭാവിയിൽ വരുവാനിരിക്കുന്ന ന്യായവിധിയുടെ പശ്ചാത്തലമായ വിശാല സ്ഥലത്തെയും യെശയ്യാവ് പ്രവേശിച്ച് സംസാരിക്കുന്നത് നാം കാണുന്നു. ഈ സമയത്താണ് നമ്മുടെ കർത്താവ് മഹാപീഡനകാലം എന്ന് വിളിച്ച ആ അനുഭവം ഉണ്ടാകുന്നത്. അതിനും അപ്പുറം ആ രാജാവിൻ്റെ വരവും നാം കണ്ടു. എന്നിരുന്നാലും ഈ കാലത്ത് നാം കാത്തിരിക്കുന്നത് ആ രാജാവിനെയല്ല, പിന്നെയോ നമ്മുടെ രക്ഷകനെയാണ്. തീത്തോസിൻ്റെ ലേഖനത്തിൽ നാം വായിക്കുന്നത്, തീത്തോസിൻ്റെ ലേഖനം 2 അധ്യായം 12 വാക്യത്തിൽ, നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട്. കർത്താവ് ഭൂമിയിൽ നിന്നും തൻ്റെ സഭയെ എടുത്തതിന് ശേഷം ഇവിടെ ശേഷിക്കുന്ന ജനങ്ങളാണ് മഹാപീഡനകാലത്തിലൂടെ കടന്നു പോകുന്നത് എന്ന കാര്യം ദൈവവചനം കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. ഹർമഗദ്ദോൻ യുദ്ധത്തോടെ അതിന് അവസാനം വരും. യെശയ്യാ പ്രവചനം 34 അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ചിന്താഗതിയാണ് നാം കാണുന്നത്. ഇന്ന് മനുഷ്യൻ തൻ്റെ പ്രയത്നങ്ങൾ കൊണ്ട് ലോകത്തെ കൂടുതൽ നന്നാക്കുവാൻ ശ്രമിക്കുന്നു എന്ന് നമുക്കറിയാം. ഒരു നല്ല ലോകത്തെ മനുഷ്യൻ വിഭാവന ചെയ്യുന്നു. തൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് ലോകത്തിലെ തിന്മയെ ഇല്ലാതെയാക്കി ഉന്നതമായ അവസ്ഥയിലേക്ക് കൊണ്ടുവരാമെന്നാണ് അവൻ ചിന്തിക്കുന്നത്. മനുഷ്യൻ നിരന്തരമായി എല്ലാ കാലവും ഉന്നതിയിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പരിണാമ സിദ്ധാന്തം തന്നെ പറയുന്നത്. മനുഷ്യൻ്റെ ചിന്താഗതിയിൽ ഈ ആശയം സ്ഥാനം പിടിച്ചിരിക്കുകയാണ്. ശ്രേഷ്ഠവും ഉന്നതവുമായ ഒന്നിലേക്കാണ് നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്
എന്ന ചിന്തയാണ് മനുഷ്യനുള്ളത്. ഈ ഭൂമി ഒരു നല്ല ഭാവിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് ദൈവവചനം പറയുന്നു. എന്നാൽ അത് മനുഷ്യൻ്റെ പ്രയത്നത്തിൻ്റെ ഫലമായിട്ടായിരിക്കയില്ല. ദൈവത്തെ കൂടാതെയുള്ള മനുഷ്യൻ്റെ പണിയൊക്കെയും ഭയാനകമായ ന്യായവിധിക്ക് ഇരയാകും. മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ദൈവത്തിന് എതിരായിട്ടുള്ളതാണ്. അതുകൊണ്ട് നന്മയും തിന്മയും തമ്മിലൊരു വലിയ പോരാട്ടം നാം കാണും. അതെല്ലാം അന്തിമമായ ഒരു പോരാട്ടത്തിൽ അവസാനിക്കും. ആ പോരാട്ടത്തെക്കുറിച്ചാണ് ഹർമഗദ്ദോൻ യുദ്ധം എന്ന് പറയുന്നത്. മനുഷ്യൻ്റെ പാപമെല്ലാം ഒന്നു ചേർന്ന് അധർമ്മമൂർത്തിയായ എതിർക്രിസ്തുവിൽ കേന്ദ്രീകരിക്കും. അവൻ തനിക്കൊരു രാജ്യം സ്ഥാപിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യും. അന്തിക്രിസ്തു അഥവാ എതിർക്രിസ്തു സ്ഥാപിക്കുന്ന രാജ്യമാണ് മഹാപീഡനകാലം എന്ന് പറയുന്നത്. ഇത്രയും കുഴപ്പങ്ങളുള്ള വേറൊരു കാലം ഉണ്ടായിരിക്കില്ല എന്ന് ബൈബിൾ കൃത്യമായി പറയുന്ന ആ സമയം കർത്താവായ യേശുക്രിസ്തു തൻ്റെ രാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കുവാൻ വരുമ്പോൾ മാത്രമേ ഈ പറഞ്ഞതുപോലെ ഉള്ള സമാധാനത്തിൻ്റെ രാജ്യം സ്ഥാപിതമാകൂ. യെശയ്യാപ്രവചനം 34 അധ്യായം പൂർണ്ണമായും ഭാവിയെ സംബന്ധിക്കുന്ന പ്രവചനങ്ങളാണ്. അശൂർ അപ്രത്യക്ഷമായി. വീണ്ടും ചക്രവാളം ഇരുണ്ട് തുടങ്ങിയപ്പോൾ യെശയ്യാവ് തൻ്റെ കാലത്ത് നിന്നും അകന്നു മാറി. സകലത്തിൻ്റെയും അവസാനമാണ് ഇപ്പോൾ അവൻ്റെ ചിന്ത. ഇതെല്ലാം ദൈവപുത്രൻ്റെ അവതാരത്തിനു വേണ്ടി വഴിയൊരുക്കുകയാണ് ചെയ്തത്. 34 അധ്യായം നിങ്ങൾ എന്നോടൊപ്പം നോക്കുമെങ്കിൽ അതിൻ്റെ 1-ാം വാക്യം ഞാനൊന്ന് വായിക്കാം. ജാതികളെ അടുത്തു വന്ന് കേൾപ്പിൻ, വംശങ്ങളെ ശ്രദ്ധ തരുവിൻ. ഭൂമിയും അതിൻ്റെ നിറവും ഭൂതലവും അതിൽ മുളയ്ക്കുന്നതൊക്കെയും കേൾക്കട്ടെ. ഇസ്രായേൽ ജനത്തിന് എതിരായി താൻ ന്യായം വിധിക്കുന്നതിന്, സാക്ഷ്യം വഹിക്കുന്നതിന് ദൈവം ആകാശത്തെയും ഭൂമിയെയും ക്ഷണിക്കുന്നതായി യെശയ്യാപ്രവചനം 1-ാം അധ്യായം 2-ാം വാക്യത്തിൽ നാം കണ്ടതാണ്. ഈ അധ്യായത്തിൽ ലോകത്തിലെ ജാതികളുടെ മേൽ താൻ അവസാന ന്യായവിധി നടത്തുന്നത് കാണുവാൻ ദൈവം ജാതികളെ മാത്രമേ വിളിക്കുന്നുള്ളൂ. 2-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, യഹോവയ്ക്ക് സകല ജാതികളോടും കോപവും അവരുടെ സർവ്വസൈന്യത്തോടും ക്രോധവുമുണ്ട്. അവനവരെ ശപഥാർപ്പിതമായി കൊലയ്ക്ക് ഏൽപ്പിച്ചിരിക്കുന്നു. ഇവിടെ കോപം, ക്രോധം, കുലക്കേൽപ്പിച്ചിരിക്കുന്നു എന്നിങ്ങനെയുള്ള ശക്തമായ വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത് നാം ശ്രദ്ധിക്കണം. ന്യായവിധി ലോകവ്യാപകമായിട്ടുള്ളതും വളരെ കഠിനവുമായിരിക്കും. അത് ഭൂമിയുടെ ഞരക്കത്തിൻ്റെ സമയമാണ്. ലോകചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത വിധത്തിലുള്ള കഷ്ടതയായിരിക്കുമെന്ന് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. നമ്മുടെ കർത്താവ് തന്നെ അത് പറഞ്ഞിട്ടുണ്ടല്ലോ. മുദ്രകൾ, കാഹളങ്ങൾ, കലശങ്ങൾ എന്നിവയിലൂടെ വെളിപ്പാട് പുസ്തകത്തിൽ അതിൻ്റെ കാഠിന്യത്തെ ചൂണ്ടിക്കാണിക്കുന്നു. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇന്ന് നാം ജീവിക്കുന്ന ഈ ഭൂമി ദൈവന്യായവിധിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പാപിയായ മനുഷ്യന് മനോഹരമായ ഒരു ദിവസത്തിന് പകരം ഒരു ന്യായവിധിയുടെ ദിവസമാണ് വരാൻ പോകുന്നത്. ഇന്ന് നാം നമ്മുടെ ചുറ്റുപാടിലേക്ക് ഒക്കെ നോക്കുമ്പോൾ കാണുന്ന ഈ സകലതും സർവശക്തനായ ദൈവത്തിൻ്റെ ശിക്ഷാവിധിക്കായി തീരും. 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അവരുടെ ഹതന്മാരെ എറിഞ്ഞുകളയും, അവരുടെ ശവങ്ങളിൽ നിന്ന് നാറ്റം പുറപ്പെടും, അവരുടെ രക്തം കൊണ്ട് മലകൾ ഒഴുകിപ്പോകും. ഭയാനകമായ ചിത്രമാണ് ഇവിടെ നാം കാണുന്നത്. ഈ ഭൂമിയിൽ ഒരു വലിയ ന്യായവിധി വരുവാൻ പോകുന്നു. അനേകം ആളുകൾ ഇത് വായിക്കുന്നില്ലായിരിക്കാം. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അറേബ്യൻ തീരത്തൊരു വലിയ ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ചു. വർഷങ്ങൾക്ക് ശേഷം ഇന്നും അവിടം ശൂന്യമായി തന്നെ കിടക്കുന്നു. അന്ന് അവിടെ ഒരു വീട്ടിൽ തന്നിഷ്ടക്കാരായി ജീവിച്ച വഷളന്മാരായ ഒരു കൂട്ടം ആളുകളെക്കുറിച്ച് ഇപ്രകാരം പറയുന്നു. ചുഴലിക്കാറ്റ് അഥവാ കൊടുങ്കാറ്റ് വരുവാൻ പോകുന്നു എന്ന മുന്നറിയിപ്പ് ലഭിച്ചപ്പോൾ അവർ താമസിച്ചിരുന്ന വീട് വിട്ട് പോയിരുന്നുവെങ്കിൽ അവർക്ക് രക്ഷപ്പെടാമായിരുന്നു. എന്നാൽ അവർ അവരുടെ താമസ സ്ഥലം വിട്ടുപോകുവാൻ കൂട്ടാക്കിയില്ല. ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, വരുന്നിടത്ത് വെച്ച് കാണാമെന്ന ചിന്ത. വാസ്തവത്തിൽ ആ കൊടുങ്കാറ്റ് വരുവാൻ പോകുന്നു എന്ന് അവർ വിശ്വസിച്ചില്ല. അല്ല, ആ കൊടുങ്കാറ്റുണ്ടായാൽ പോലും അത് അത്ര കഠിനമായിരിക്കും എന്നവർ ചിന്തിച്ചില്ല. അതുകൊണ്ട് മദ്യലഹരിയിൽ സമയം ചെലവഴിക്കുകയാണ് അവർ ചെയ്തത്. കാലാവസ്ഥാ മുന്നറിയിപ്പിനെ അവർ പുച്ഛിച്ചു തള്ളി. എന്നാൽ എന്താണ് സംഭവിച്ചതെന്നറിയാമോ?
ആ ചുഴലിക്കാറ്റ് ആ പ്രദേശത്ത് ആഞ്ഞടിച്ചു. അവിടെ അവർ താമസിച്ചിരുന്ന വീട് നിലംപരിശാകുകയും അവർ എല്ലാവരും കൊല്ലപ്പെടുകയും ചെയ്തു. അതേ സുഹൃത്തെ, ഈ ഭൂമിയിൽ വരുവാനിരിക്കുന്ന ന്യായവിധിയെക്കുറിച്ചും നിങ്ങൾക്ക് ഇപ്രകാരം ചെയ്യുവാൻ വേണമെങ്കിൽ സാധിക്കും. ഒരു ന്യായവിധി വരുവാൻ പോകുന്നു എന്ന് ദൈവം പറയുന്നു. ന്യായവിധിയെക്കുറിച്ച് യോഹന്നാൻ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്: ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. വിശ്വസിക്കാത്തവന് ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കായികയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ അവർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. കർത്താവായ യേശുക്രിസ്തുവാണ് വെളിച്ചം. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് യേശു പറഞ്ഞു. തിന്മ പ്രവർത്തിക്കുന്നവൻ എല്ലാം വെളിച്ചത്തെ പകയ്ക്കുന്നു. തൻ്റെ പ്രവൃത്തിക്ക് ആക്ഷേപം വരാതിരിപ്പാൻ വെളിച്ചത്തിലേക്ക് വരുന്നതുമില്ല. സത്യം പ്രവർത്തിക്കുന്നവനോ തൻ്റെ പ്രവൃത്തി ദൈവത്തിൽ ചെയ്തിരിക്കയാൽ അത് വെളിപ്പെടേണ്ടതിന് വെളിച്ചത്തിങ്കിലേക്ക് വരുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 21 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ വായിച്ചത്. വീണ്ടും 36-ാം വാക്യം കൂടി ഞാൻ വായിക്കാം. പുത്രനിൽ വസിക്കുന്നവന് നിത്യജീവനുണ്ട്, പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല. ദൈവക്രോധം അവൻ്റെ മേൽ വസിക്കുന്നതേയുള്ളൂ. യേശുവിനെ വിശ്വസിക്കുന്നവർക്ക് ദൈവന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ കഴിയും. യേശുവിൽ വിശ്വസിക്കുന്നവന് രക്ഷപ്പെടുവാൻ സാധിക്കും. വിശ്വസിക്കുന്നതിനോ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. 4-ാം വാക്യത്തിൽ 34-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്: ആകാശത്തിലെ സൈന്യമെല്ലാം അലിഞ്ഞു പോകും, ആകാശവും ഒരു ചുരുൾ പോലെ ചുരുണ്ടു പോകും. അതിലെ സൈന്യമൊക്കെയും മുന്തിരിവള്ളിയുടെ ഇല വാടി പൊഴിയുന്നത് പോലെയും അത്തിവൃക്ഷത്തിൻ്റെ കായ വാടി പൊഴിയുന്നത് പോലെയും പൊഴിഞ്ഞു പോകും. ഒരു മരത്തിൽ നിന്ന് ഇല പൊഴിഞ്ഞു വീഴുന്നത് നിങ്ങൾ കാണുന്നു. അപ്പോൾ അതിനെ എടുത്തുകൊണ്ട് വന്ന് കൊമ്പിൽ ഒട്ടിച്ചു വയ്ക്കുവാൻ നിങ്ങൾ ശ്രമിക്കുന്നു എന്ന് കരുതുക. അതവിടെ ഇരിക്കുകയില്ല. ഇരുന്നാൽ തന്നെ എന്താ പ്രയോജനം? ന്യായവിധി വരുന്നത് നിശ്ചയമായും സത്യമാണ്. അതിനെ തടയുവാൻ താങ്കൾക്ക് കഴിയുകയില്ല. ഒരു കാര്യം മാത്രമേ നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുകയുള്ളൂ: നിങ്ങൾക്കൊരു അഭയസ്ഥാനമുണ്ടെന്ന് ഉറപ്പാക്കുക. ഭൂമിയിൽ വരുവാനിരിക്കുന്ന ശിക്ഷാവിധിയായ കൊടുങ്കാറ്റിന് കർത്താവായ യേശുക്രിസ്തുവാണ് അഭയസ്ഥാനമെന്ന ആ കാര്യം മറന്നു പോകരുത്. ആ കൊടുങ്കാറ്റിൽ നമുക്ക് രക്ഷ പ്രാപിപ്പാൻ സാധിക്കുന്നത് അവനിലൂടെ മാത്രമേ ഉള്ളൂ. 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നത്: എൻ്റെ വാൾ സ്വർഗത്തിൽ ലഹരിച്ചിരിക്കുന്നു, അത് ഏദോമിന്മേലും എൻ്റെ ശപഥാർപ്പിത ജാതിയുടെ മേലും ന്യായവിധിക്കായി ഇറങ്ങി വരും. ദൈവത്തിൻ്റെ സകല ശത്രുക്കളെയുമാണ് ഏദോം പ്രതിനിധീകരിക്കുന്നത്. ദൈവത്തിൻ്റെ വാൾ സ്വർഗത്തിൽ ലഹരിച്ചിരിക്കുന്നു. ഞാനും നിങ്ങളും ഇവിടെ ഭൂമിയിൽ വാളെടുക്കുമ്പോൾ അത് പ്രതികാരത്തിനോ മറ്റെന്തെങ്കിലും പ്രത്യേകമായ ഉദ്ദേശത്തോടു കൂടിയോ ആയിരിക്കും. എന്നാൽ ദൈവം വാളെടുക്കുന്നത് ഭൂമിയിൽ നീതിയും ന്യായവും ഉണ്ടാകുന്നതിന് വേണ്ടിയാണ്. ദൈവത്തിൻ്റെ വാൾ ന്യായവിധി നടത്തുന്നതിന് വേണ്ടി തയ്യാറായിരിക്കുന്നു. അതത്രേ നാം ഇവിടെ കാണുന്നത്. ഏദോം ഏശാവാണ്. ഏശാവ് ജഡത്തെയും ജഡത്തിൻ്റെ പ്രവൃത്തികളെയുമാണ് ചിത്രീകരിക്കുന്നത്. ദൈവത്തോടും ദൈവജനത്തോടും ശത്രുതയിലായിരിക്കുന്ന ആദാമിൽ ഉള്ളതെല്ലാം ഏശാവ് പ്രതിനിധാനം ചെയ്യുന്നു. ദൈവം ഇപ്രകാരം പറഞ്ഞു: ഞാൻ യാക്കോബിനെ സ്നേഹിച്ചു, ഏശാവിനെ ദ്വേഷിച്ചിരിക്കുന്നു എന്ന്. റോമാലേഖനം 9-ാം അധ്യായം 13-ാം വാക്യം. ദൈവത്തിനും ദൈവജനത്തിനും ദൈവവചനത്തിനും നല്ലതും ശരിയുമായിട്ടുള്ളതെല്ലാറ്റിനും ഏദോം എതിരായതുകൊണ്ട് ദൈവം അവനെ ന്യായം വിധിക്കും എന്നാണ് അർത്ഥം. 8-ാം വാക്യത്തിൽ 34-ന്റെ 8 നാം കാണുന്നു: അത് യഹോവ പ്രതികാരം നടത്തുന്ന ദിവസവും സിയോൻ്റെ വ്യവഹാരത്തിൽ പ്രതിഫലം കൊടുക്കുന്ന സംവത്സരവും ആകുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്ന ദിവസം ദൈവത്തിൻ്റെ പ്രതികാര ദിവസമാണ്. വീണ്ടും യെശയ്യാപ്രവചനം 63-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ നാം അത് കാണുന്നതാണ്. അതിനെ തടഞ്ഞു നിർത്തുവാൻ നമുക്ക് കഴിയുകയില്ല. ഭൂമിയിൽ കാര്യങ്ങൾ ശരിയാക്കേണ്ടത് ആവശ്യമാകുന്നു എന്ന് ദൈവം പറയുന്നു. അതിനായി ഭൂമിയിൽ തിന്മയെയും ശത്രുതയുള്ള മനുഷ്യനെയും ദൈവത്തിന് കൈകാര്യം ചെയ്യേണ്ടത് ആവശ്യമാണ്. പലരും ദൈവം മുൻപാകെ തലകുനിക്കുവാൻ തയ്യാറാവുകയില്ല. എന്നാൽ ഇത് ദൈവത്തിൻ്റെ പ്രപഞ്ചമായതുകൊണ്ട് അവർ എവിടെ പോകും? വേറെ
അവർക്ക് വേണ്ടി ദൈവം ഒരു സ്ഥാനം ഒരുക്കിയിട്ടുണ്ട്, നരകം. അല്ലാതെ എന്താണ്? നരകത്തെക്കുറിച്ച് നിങ്ങൾക്ക് പലവിധ ചിന്താഗതികൾ ഉണ്ടായിരിക്കും. എന്തായാലും അക്ഷരികമായ തീയുടെ സ്ഥലത്തേക്കാൾ അത് ഭയാനകമായിരിക്കും എന്നോർക്കുക. കർത്താവായ യേശു പറഞ്ഞു, സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ സകലവും നിവൃത്തിയാകുവോളം ന്യായപ്രമാണത്തിൽ നിന്നൊരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോകുകയില്ല. ദൈവത്തിൻ്റെ വചനം മാറ്റപ്പെടാത്ത വചനമാണ്. യെശയ്യാപ്രവചനം 35-ാം അധ്യായത്തിൽ വരുമ്പോൾ നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും. കാരണം കഴിഞ്ഞ അധ്യായത്തിൽ 34-ാം അധ്യായത്തിൽ നാം ചിന്തിച്ച ഹർമഗദോം യുദ്ധം എല്ലാറ്റിൻ്റെയും അവസാനമല്ല എന്ന് നാം 35-ാം അധ്യായത്തിൽ കാണുന്നു. ഈ അധ്യായത്തോടുകൂടെ യെശയ്യാപ്രവചനത്തിലെ ന്യായവിധിയെ സംബന്ധിക്കുന്ന ഭാഗം അവസാനിക്കുകയുമാണ് ചെയ്യുന്നത്. ന്യായവിധിയുടെ തീജ്വാല ഇപ്പോൾ കെട്ടടങ്ങി, നീതിയുടെ വാൾ ഉറയിലിട്ടു, ഭൂമിയിലെ കഷ്ടതയുടെ രാത്രി അവസാനിച്ചു, 1000 ആണ്ട് വാഴ്ചയുടെ സന്തോഷകരമായ പ്രഭാതം വന്നു ചേർന്നു. കഷ്ടതയിൽ കൂടി സമാധാനത്തിലേക്കും, രാത്രി പ്രഭാതത്തിലേക്കും, ന്യായവിധി രക്ഷയിലേക്കും, കണ്ണുനീർ ഉഷസ്സിൽ ആനന്ദവുമായി തീരുന്നതായി ഈ ഭാഗം ചൂണ്ടിക്കാണിക്കുന്നു. കഴിഞ്ഞ അധ്യായത്തിലെ ന്യായവിധിയുടെ കൊടുങ്കാറ്റിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു ശാന്തതയാണ് ഈ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഉത്തമഗീതത്തിൻ്റെ എഴുത്തുകാരനോട് ചേർന്ന് നമുക്കും ഇപ്രകാരം പറയുവാൻ കഴിയും: ശീതകാലം കഴിഞ്ഞു, മഴയും മാറിപ്പോയല്ലോ, പുഷ്പങ്ങൾ ഭൂമിയിൽ കാണായി വരുന്നു. ഭൗതിക ഭൂമി സമാധാനപ്പെടുമെന്ന് ആദ്യമായി നാം ഇവിടെ കാണുന്നു. പാപത്തിൻ്റെ ശാപം ഭൂമിയിൽ നിന്ന് നീക്കപ്പെടും. മരുഭൂമിയും വരണ്ട നിലവും ആനന്ദിക്കും. 35-ാം അധ്യായത്തിൻ്റെ 1ഉം 2ഉം വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു: മരുഭൂമിയും വരണ്ട നിലവും ആനന്ദിക്കും, നിർജ്ജന പ്രദേശം ഉല്ലസിച്ച് പനിനീർ പുഷ്പം പോലെ പൂക്കും. അത് മനോഹരമായി പൂത്ത് ഉല്ലാസത്തോടും ഘോഷത്തോടും കൂടെ ഉല്ലസിക്കും. ലെബാനോൻ്റെ മഹത്വവും കർമ്മേലിൻ്റെയും ഷാരോൻ്റെയും ശോഭയും അതിന് കൊടുക്കപ്പെടും. അവർ യഹോവയുടെ മഹത്വവും നമ്മുടെ ദൈവത്തിൻ്റെ തേജസ്സും കാണും. ഭൂമിയിലെ മരുഭൂമിയായുള്ള സ്ഥലങ്ങൾ ഓരോ വർഷവും വർദ്ധിച്ചു വരുന്നതായിട്ടാണ് ഇന്ന് നാം മനസ്സിലാക്കുന്നത്. മനുഷ്യൻ്റെ പാപം നിമിത്തം ഭൂമി ശാപത്തിനിരയായതായി ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. മരുഭൂമി കുറഞ്ഞു വരികയല്ല ചെയ്യുന്നത്, വരൾച്ചയും മണ്ണൊലിപ്പും ഈ പ്രവർത്തനത്തെ ത്വരിതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് ഭൂമി മലിനീകരണം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം. പരിസ്ഥിതി മലിനീകരണം ഒരു വലിയ വിഷയമായിരിക്കുക. എന്നാൽ ഭാവിയിൽ ഇതെല്ലാം മാറി വരുന്ന ഒരവസരമുണ്ട്. പാപത്തിൻ്റെ ശാപം ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നതായ ആ അവസ്ഥ. മരുഭൂമിയും വരണ്ട നിലവും ആനന്ദിക്കും, നിർജ്ജന പ്രദേശം ഉല്ലസിച്ച് പനിനീർ പുഷ്പം പോലെ പൂക്കുമെന്നാണ് ആ കാലത്തെക്കുറിച്ച് പ്രവാചകൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ അതിമനോഹരവും സന്തോഷകരവുമായ ഒരു ഭാവി ചിത്രമാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. കർത്താവ് ഈ ഭൂമിയിൽ ഭരണം നടത്തുമ്പോൾ ഭൂമിയുടെ അവസ്ഥയ്ക്ക് തന്നെ മാറ്റം സംഭവിക്കും. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഇപ്രകാരമാണ്: സർവ്വഭൂമിയും ഇന്ന് വരെ ഒരുപോലെ ഞരങ്ങി ഈറ്റുനോവോടിരിക്കുന്നു എന്ന് നാം അറിയുന്നുവല്ലോ. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം. ഇന്ന് ഭൂമിയുടെ അവസ്ഥയാണത്. എന്നാൽ കർത്താവിൻ്റെ വഴിയിൽ സൃഷ്ടി മുഴുവൻ ആനന്ദിക്കും. ഇനിയും 35-ാം അധ്യായത്തിൻ്റെ 3ഉം 4ഉം വാക്യങ്ങൾ നോക്കിക്കാട്ട്: തളർന്ന കൈകളെ ബലപ്പെടുത്തുവിൻ, കുഴഞ്ഞ മുഴങ്കാലുകളെ ഉറപ്പിപ്പീൻ, മനോഭീതിയുള്ളവരോട് ധൈര്യപ്പെടുവിൻ, ഭയപ്പെടേണ്ട, ഇതാ നിങ്ങളുടെ ദൈവം, പ്രതികാരവും ദൈവത്തിൻ്റെ പ്രതിഫലവും വരുന്നു, അവൻ വന്ന് നിങ്ങളെ രക്ഷിക്കും എന്ന് പറവീൻ. അന്ന് സൃഷ്ടി സന്തോഷിക്കുകയും ഭൂമി യഥാസ്ഥാനപ്പെടുകയും ചെയ്യുമെന്ന് മാത്രമല്ല, മനുഷ്യരും പുതുക്കം പ്രാപിക്കും. മനുഷ്യരുടെ ശരീരങ്ങൾ പുതുക്കം പ്രാപിക്കും. നമ്മുടെ പുതിയ ശരീരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി സൃഷ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ന്യായവിധിയുടെ കൊടുങ്കാറ്റിൻ്റെ മധ്യത്തിലും ദൈവജനത്തിന് സന്തോഷിക്കുവാൻ കഴിയും. ദൈവം അന്ന് അവരെ രക്ഷിക്കുമെന്ന് അവർക്കറിയാം. രക്ഷിക്കപ്പെട്ട വിശ്വാസികളുടെ കൂട്ടമായ സഭയ്ക്ക് ഒരിക്കലും മഹാപീഡനം അനുഭവിക്കേണ്ടി വരികയില്ല, തീർച്ചയാണ്. അതുകൊണ്ട് കൂടുതൽ പ്രത്യാശയ്ക്കും സന്തോഷത്തിനും വകയുണ്ട്. കർത്താവ് വന്ന് തൻ്റെ മക്കളെ ഭൂമിയിൽ നിന്ന് എടുത്ത് മാറ്റിയ ശേഷമാണ് ഇവിടെ മഹാപീഡനകാലം ആരംഭിക്കുന്നത്. 5ഉം 6ഉം വാക്യങ്ങളിൽ നാം കാണുന്നു: അന്ന് കുരുടന്മാരുടെ കണ്ണ് തുറന്നു വരും, ചെകിടന്മാരുടെ ചെവി അടഞ്ഞിരിക്കുകയുമില്ല. അന്ന് മുടന്തൻ മാനിനെപ്പോലെ ചാടും, ഊമൻ്റെ നാവും ഉല്ലസിച്ച് ഘോഷിക്കും. മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശത്ത് തോടുകളും പൊട്ടി പുറപ്പെടും. രോഗവും ദുഃഖവും കഷ്ടതയും പ്രയാസവുമെല്ലാം മനുഷ്യൻ്റെ പാപത്തിൻ്റെ ഫലമാണ്.
കർത്താവ് ഭൂമിയിൽ വാഴ്ച നടത്തുമ്പോൾ രോഗവും ദുഃഖവും ഉണ്ടായിരിക്കുകയില്ല. അന്ന് കുരുടന്മാരുടെ കണ്ണ് തുറന്നു വരും, ചെകിടന്മാരുടെ ചെവി അടഞ്ഞിരിക്കുകയില്ല. അന്ന് മുടന്തൻ മാനിനെപ്പോലെ ചാടും, ഊമൻ്റെ നാവും ഉല്ലസിച്ച് ഘോഷിക്കും. എത്ര സന്തോഷകരമായ സമയമായിരിക്കും അതല്ലേ? ഇപ്പോൾ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ട് ജീവിതം നയിക്കുന്ന ഒരു പിതാവായിരിക്കാം, ഒരു മാതാവായിരിക്കാം എന്നെ ശ്രദ്ധിക്കുന്നത്. നിങ്ങൾ നിരാശപ്പെടേണ്ട. ഇന്ന് നിങ്ങൾക്ക് പ്രയാസവും ദുഃഖവും ഉണ്ട് എന്ന് എനിക്കറിയാം. എന്നാൽ നിങ്ങളുടെ കണ്ണ് തുറന്ന് കാണുവാൻ പോകുന്ന ഒരു ദിവസം വരുന്നു. കർത്താവ് ഈ ഭൂമിയിൽ ഭരണം നടത്തുന്ന സമയം അത് യാഥാർത്ഥ്യമായി തീരും. ഇത് ദ്രവത്വമുള്ള ശരീരമാണ് നമ്മുടേത്. ഇത് ഇവിടം കൊണ്ട് തീരുന്നതാണ്. എന്നാൽ നിത്യമായ ഒരു അനുഗ്രഹം നമുക്ക് കിട്ടുവാൻ പോകുന്നു. അതുപോലെ തന്നെ ചെവിയുടെ കേൾവി നഷ്ടപ്പെട്ട് ജീവിതത്തിൽ പ്രയാസം അനുഭവിക്കുന്നവർ അന്ന് കേൾക്കും. നടക്കുവാൻ കഴിവില്ലാത്തവർ അന്ന് മാനിനെപ്പോലെ തുള്ളിച്ചാടുമെന്നത്രേ പറഞ്ഞിരിക്കുന്നത്. ഊമർ അന്ന് സംസാരിക്കും. എന്നെ ശ്രദ്ധിക്കുന്ന നിങ്ങളെ ഇത് സന്തോഷിപ്പിക്കുന്ന വാർത്തയല്ലേ സുഹൃത്തെ? ഇതുപോലെ ഒരു സന്ദർഭം നിങ്ങൾക്കുണ്ടാകുമെന്ന് ഒരുപക്ഷെ നിങ്ങൾ ഒരിക്കലും വിചാരിച്ചിരിക്കുകയില്ല. അല്ലെങ്കിൽ അംഗവൈകല്യം സംഭവിച്ച താങ്കളുടെ പ്രിയപ്പെട്ട ഇന്നാർക്ക് ഒരിക്കലും ഒരു മാറ്റം ഉണ്ടാകുമെന്ന് നിങ്ങൾ ഇതേവരെ ചിന്തിച്ചിട്ടില്ലായിരിക്കാം. എന്നാൽ ഇതാ സന്തോഷത്തിൻ്റെ ഒരു വാർത്ത. ശാരീരികമായ വൈകല്യങ്ങളൊക്കെയും നീങ്ങി മറ്റേതൊരു വ്യക്തിയെയും പോലെ നിങ്ങളും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി തീരാവുന്ന ഒരവസരം. യേശു കർത്താവിൻ്റെ രാജ്യത്തിലെ പ്രജയായി തീരുകയാണ് അതിനു വേണ്ടിയത്. ഇന്ന് താങ്കൾ ചെയ്യേണ്ടത് യേശു കർത്താവിനെ താങ്കളുടെ ജീവിതത്തിൽ രക്ഷകനും കർത്താവുമായി വിശ്വസിച്ച് അംഗീകരിക്കുക മാത്രമാണ്. സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത് പോലെ താങ്കളും ചെയ്താൽ മതിയാകും. സങ്കീർത്തനക്കാരൻ പറഞ്ഞു, ഞാൻ എൻ്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ എൻ്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. ഇന്ന് താങ്കൾ അത് ചെയ്യുമെങ്കിൽ ഇവിടെ കഷ്ടവും പ്രയാസവും അനുഭവിക്കേണ്ടതായി വരുന്നു എങ്കിലും നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് എണ്ണിക്കൊണ്ട് മുൻപോട്ട് പോകുവാൻ നമുക്ക് കഴിയും. ഈ 35-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവിൻ്റെ രാജ്യത്തിലെ മനോഹരമായ ഒരു അവസ്ഥയാണ് വിവരിച്ചിരിക്കുന്നത്. ഭൂമിക്ക് എന്തു മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നോക്കുക. ദൈവകുടുംബത്തിലെ അംഗങ്ങൾ സിയോനിലേക്ക് മടങ്ങി വരുമെന്ന് 10-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. മനുഷ്യൻ ആത്മീകമായി പുതുക്കം പ്രാപിക്കുമെന്നാണ് ഇവിടെ നാം കാണുന്നത്. വീണ്ടെടുക്കപ്പെട്ട് കർത്താവിനോടുകൂടെ ഭൂമിയിൽ 1000 ആണ്ട് വാഴ്ചയിൽ പ്രവേശിക്കുന്ന എല്ലാവരുടെയും കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സഖറിയ പ്രവചനം 14-ാം അധ്യായത്തിൻ്റെ 16-ഉം 17-ഉം വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, എന്നാൽ യെരുശലേമിന് നേരെ വന്ന സകല ജാതികളിലും ശേഷിച്ചിരിക്കുന്ന ഏവനും സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ നമസ്കരിപ്പാനും കൂടാരപ്പെരുന്നാൾ ആചരിപ്പാനും ആണ്ടുതോറും വരും. ഭൂമിയിലെ സകല വംശങ്ങളിലും ആരെങ്കിലും സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ നമസ്കരിപ്പാൻ യെരുശലേമിലേക്ക് വരാത്ത പക്ഷം അവർക്ക് മഴയുണ്ടാകുകയില്ല. ഇവിടെ ഭൂമിയിൽ പ്രയാസവും ദുഃഖവും അനുഭവിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, നിങ്ങളുടെ കഷ്ടത വളരെ അധികമായിരിക്കാം. ആർക്കും മനസ്സിലാക്കാൻ സാധിക്കാത്തതുപോലെ ആഴമായിട്ട് ഉള്ള പ്രയാസങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടാകാം. നിങ്ങളുടെ ദുരിതങ്ങൾ എന്ന് തീരുമെന്ന് നിങ്ങൾ ഒരുപക്ഷെ ചിന്തിച്ച് ഭാരപ്പെടുന്നുണ്ടായിരിക്കാം. എന്നാൽ നിങ്ങളുടെ നിരാശ പ്രത്യാശയാക്കി മാറ്റുവാൻ ദൈവം മതിയായവനാണ്. നിങ്ങളെ ശക്തീകരിക്കുവാൻ അവിടുന്ന് മതിയായവനാണ്. അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിച്ചിട്ടുള്ള ആരും ഒരു നാളും ലജ്ജിതരായി തീർന്നിട്ടില്ല. ഇന്ന് നിങ്ങളുടെ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് ശാന്തതയോടെ, സ്വസ്ഥതയോടെ, അവനിലുള്ള ആശ്രയത്തോടെ ജീവിപ്പാൻ ജീവിതത്തെ സമർപ്പിക്കുമോ? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവരാജ്യത്തിൻ്റെ പ്രത്യേകത അതിൻ്റെ ശക്തിയാകുന്നു. മരുഭൂമിയിലും നിർജ്ജന പ്രദേശത്തുമുണ്ടാകുന്ന അത്ഭുതപൂർവമായ മാറ്റം ആത്മാവിൻ്റെ പ്രവർത്തനമാകുന്നു. ദീർഘനാളുകളിലെ മനുഷ്യ പ്രയത്നങ്ങൾക്ക് അസാധ്യമായതിനെ ദൈവം എങ്ങനെ സാധ്യമാക്കുന്നു എന്നാണ് നമ്മൾ കണ്ടത്. പാഴും ശൂന്യവുമായ, തള്ളിക്കളഞ്ഞ, ബലഹീനമായവ ദൈവം കരങ്ങളിലെടുക്കുമ്പോൾ ഉപയോഗിക്കപ്പെടും. ക്രിസ്തുവിൻ്റെ കർത്തൃത്വം അംഗീകരിച്ച് ദൈവരാജ്യത്തിൻ്റെ മഹത്വം അനുഭവിക്കുവാൻ ഞങ്ങളുടെ കേൾവിക്കാരെ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.